നമസ്കാരം. നോമ്പ് ചില പുതുരുചികളെയാണ് സമ്മാനിക്കുന്നത്. നമ്മുടെ പരിചിത ശീലങ്ങളിൽ നിന്ന് മാറിയുള്ള ചിലത്. ഒരുപക്ഷെ ആദ്യമൊക്കെ അല്പം ബുദ്ധിമുട്ട് തോന്നാനിടയുണ്ട്. നോമ്പിൻ്റെ ആദ്യ നാളുകളിൽ ഭക്ഷണത്തിന് തോന്നുന്ന ആ രുചി ഉൾപ്പെടെയുള്ള സംഗതികളെക്കുറിച്ചാണ് പറയുന്നത്. ഇഷ്ടപ്പെട്ടിരുന്ന പലതും ഇല്ലാതെ വരുമ്പോഴുള്ള ഒരു കയ്പ്, ഏതാണ്ട് ഇസ്രായേലുകാർ മിസ്രൈം വിട്ടു പോകുന്നത് പോലെ തന്നെ. പിന്നിട്ട് പോകുന്ന സുഖാനുഭവങ്ങളുടെ നാളിനെക്കുറിച്ചാണ് അവരുടെ പിറുപിറുപ്പുകൾ. മാംസത്തെക്കുറിച്ചും അപ്പത്തെക്കുറിച്ചുമുള്ള പുലമ്പലുകൾ. വെള്ളം കിട്ടിയ മാത്രയിൽ പറയുന്നത് കയ്പാണെന്നാണ്. പെട്ടെന്നാണ് മോശ ഒരു മരക്കമ്പ് പൊട്ടിച്ച് അതിലിടുന്നത്. വെള്ളം മധുരമായി തീരുന്നു. വിശുദ്ധ പിതാക്കന്മാർ പറയുന്നത് മരക്കൊമ്പ് കുരിശിൻ്റെ പ്രതീകമാണ് എന്നാണ്. ചെങ്കടൽ കടന്ന് അഥവാ മാമോദീസായിലൂടെ കടന്ന് ആധ്യാത്മിക ജീവിതത്തിൻ്റെ മരുപ്രയാണം തുടങ്ങുന്നവർക്ക് അത് പ്രാരംഭത്തെങ്കിൽ അത്ര സുഖമില്ലാതെ തോന്നാൻ ഇടയുണ്ടെങ്കിലും കുരിശിൻ്റെ രഹസ്യം ഹൃദയത്തോടെ ചേർത്ത് പിടിക്കുമ്പോൾ അത് മധുരതരമായി മാറുമെന്ന വ്യാഖ്യാനമാണ് ഉള്ളത്. കുരിശിൻ്റെ വഴി നമ്മുടെ സുഖാന്വേഷണങ്ങളെ തച്ചുടയ്ക്കുന്നതാണ്. അതൊരിക്കലും നമ്മുടെ ഐഹിക സമൃദ്ധിയുടെ സുവിശേഷമല്ല സമ്മതിക്കുന്നത്. സമൃദ്ധിയായ ജീവനെക്കുറിച്ച് അത് പറയുന്നുണ്ട്. സ്വയം നഷ്ടപ്പെടുത്തി നേടുന്നതിൻ്റെ കലയാണ് പഠിപ്പിക്കുന്നത്. സത്യത്തിൽ കുരിശിൻ്റെ വഴിയെ ക്രിസ്തു ഏറെക്കുറെ തനിച്ചാണ്. എന്നാൽ നോക്കുക, ഹോശാന പെരുന്നാളിൻ്റെ അന്ന് യെരുശലേമിലേക്കുള്ള ആ രാജകീയ പ്രവേശനത്തിൽ എത്രയധികം ആൾക്കൂട്ടമാണ് അവന് ചുറ്റും. ഒലിവിൻ ജില്ലകൾ വെട്ടി വീശുന്നവർ, വസ്ത്രങ്ങൾ വഴിയിൽ വിരിക്കുന്നവർ, ആർപ്പിടുന്നവർ, അങ്ങനെ എന്തെല്ലാം. എവിടെയോ വായിച്ചതുപോലെ തൊട്ടു തലേന്ന് അവൻ ലാസറിനെ കല്ലറയിൽ നിന്ന് ഉയർപ്പിച്ചത് കേട്ടവരൊക്കെ വീണ്ടും ചില അത്ഭുതങ്ങളെ പ്രതീക്ഷിച്ച് ഓടിക്കൂടിയതാകും. ആൾക്കൂട്ടത്തിൻ്റെ ആധ്യാത്മികത അത്ഭുതങ്ങളിൽ അവസാനിക്കുന്നതാണ് എന്നും. കാരണം ഒരാഴ്ചക്കകമല്ല അവൻ്റെ കുരിശിൻ ചുവട്ടിൽ ഈ ആൾപ്പെരുപ്പം കാണുന്നതേയില്ല. വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ് കാൽവറിയിൽ. ശരിക്കും കുരിശിൻ്റെ വഴി മഹത്വത്തിലേക്കുള്ളതാണ്. അത് ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക. നോമ്പിൻ്റെ ശീലങ്ങൾ അവനോടുള്ള താതാത്മ്യപ്പെടലാവാൻ കഴിയുന്നിടത്തോളം പ്രാർത്ഥിക്കുക. അതാണ് ഈ നോമ്പിനെ ഒരു മധുരാനുഭവമാക്കുക സുഹൃത്തെ. വിശ്വാസമുള്ളവന് നോമ്പും പ്രാർത്ഥനയും മാണിക്യരത്നവും ജീവൻ്റെ നിക്ഷേപവും കവർച്ച ചെയ്യപ്പെടാത്ത വലിയ ധനവുമാണ്. അത് കാത്തു സൂക്ഷിക്കണം. നമസ്കാരം.